സമസ്തയിൽ ഭിന്നത രൂക്ഷമായതോടെ സമസ്ത കേരള ജമിയത്തുൽ ഖുതുബയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് നാസർ ഫൈസി കൂടത്തായി. കൂടുതൽ വിവരങ്ങളുമായി അനൽക സെയ്ദ് ചേരുന്നു. അനൽക, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ പ്രമേയമടക്കം വന്നിരുന്നു, ഇപ്പോ രാജിയും. വിവരങ്ങൾ. സമസ്തയുടെ പോഷക സംഘടനയായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഖുതുബയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി രാജിവെച്ചിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് അല്പനേരം മുമ്പാണ്, അതായത് സമസ്തക്കുള്ളിൽ തന്നെ ലീഗ് വിരുദ്ധർ ഈ നാസർ ഫൈസിക്കെതിരെ ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചത്. അതായത് സമസ്തയുടെ ഈ പോഷക സംഘടനയുടെ സമസ്ത കേരള ജമിയത്തുൽ ഖുതുബയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം പിന്നെ അതിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം സംസ്ഥാന മുഷാവറ അംഗങ്ങൾക്ക് ഈ സംസ്ഥയുടെ ലീഗ് വിരുദ്ധർ ഈ നാസർ ഫൈസി കൂടത്തായി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഈ സമസ്ത കേരള ജമിയത്തുൽ ഖുതുബയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുഷാവറ അംഗം കൂടിയായിട്ടുള്ള കൊയ്യോട് ഉമർ മുസ്ലിയാർക്കാണ് ഇത്തരത്തിൽ രാജി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമസ്തക്കകത്തെ ലീഗ് അനുകൂലിയാണ് നാസർ ഫൈസി കൂടത്തായി. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സമസ്തക്കകത്ത് മറ്റ് പോഷക സംഘടനകൾ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തൊക്കെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ആധിപത്യം ഉറപ്പിക്കാൻ ഇരു വിഭാഗവും ശ്രമിച്ചിരുന്നു. അതിനിടയിലാണ് സമസ്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഖുതുബയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നാസർ ഫൈസി കൂടത്തായി രാജിവെക്കുന്നത്. ഇത് സമസ്തയിലെ ലീഗ് വിരുദ്ധവശമാണ് ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചത്. അതായത് സമസ്ത കേരള ജമിയത്തുൽ ഖുതുബയുടെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ ഹമീദ് ദാരിമിയാണ് ഈ പ്രമേയം അവതരിപ്പിക്കാൻ അനുവാദം നൽകിയത്. അവതരിപ്പിച്ചത് നവാസ് ദാരിമി കണ്ണൂർ എന്ന സമസ്തയുടെ ഈ സംസ്ഥാന പ്രവർത്തക സമിതിയിലെ അംഗമാണ് ഇത്തരത്തിൽ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലമായി സംഘടനയെ ചലിപ്പിക്കാതെ മനഃപൂർവ്വം നിർജ്ജീവമാക്കുന്നു. അതോടൊപ്പം തന്നെ സമസ്തയുടെ നേതാക്കളെയും പണ്ഡിതരെയും ഒക്കെ അപമാനിച്ചു എന്ന പരാതിയിൽ നാസർ ഫൈസി കൂടത്തായിക്കെതിരെ ലീഗ് വിരുദ്ധർ പ്രമേയമൊക്കെ അവതരിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജിയും അനൽക സെയ്ദാണ് വിവരങ്ങൾ നൽകിയത്.